നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളത്തിലെ ശ്രദ്ധേയനായ നടൻ ജയസൂര്യ വെള്ളിത്തിരയിൽ തന്റെ കഥാപാത്രങ്ങളിലൂടെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതിനപ്പുറം സമൂഹത്തിലും നിശബ്ദമായ സാമൂഹിക ഇടപെടലുകൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. വ്യത്യസ്തമായ നിരവധി കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച താരം കൂടിയാണ് ജയസൂര്യ. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ വിശേഷങ്ങളും ചിത്രങ്ങളുമെല്ലാം തന്നെ പങ്കുവെച്ചെത്താറുണ്ട്. അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി അങ്ങേയറ്റം പ്രയത്നിക്കുന്ന നടനാണ് ജയസൂര്യ. ഇതിന് നിരവധി ഉദാഹരണങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിലുണ്ട്. താരത്തിൻ്റെതായി റിലീസിന് ഒരുങ്ങുന്നത് ആട് 3 ആണ്. ചിത്രം മാർച്ച് 19 തിയേറ്ററുകളിൽ എത്തും. ഇതോടനുബന്ധിച്ചുള്ള പ്രൊമോഷൻ പരിപാടികളിലാണ് ജയസൂര്യ ഇപ്പോഴിതാ വണ്ണം കുറച്ച സമയത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ജയസൂര്യ. പേളി മാണിയുമായുള്ള അഭിമുഖത്തിലാണ് പരാമർശം. റോളുകൾക്ക് വേണ്ടി വണ്ണം കുറച്ചതിനെ കുറിച്ച് ജയസൂര്യ സംസാരിക്കുന്നുണ്ട്. അപ്പോ തിക്കിരി എന്ന സിനിമയ്ക്ക് വേണ്ടി 10 കിലോ കുറച്ചിരുന്നു. ഒറ്റപ്പാലത്തായിരുന്നു ഷൂട്ടിംഗ്. അവിടെ ജിലേബി മാത്രം കിട്ടുന്ന കടയുണ്ടെന്ന് പറഞ്ഞു. വാങ്ങി അന്ന് തന്നെ 3-4 പടപടാ എന്ന് കഴിച്ചു. പിന്നെ വീട്ടിൽ പോയി ഒരുപാട് ഭക്ഷണം കഴിച്ചു. അവസാനം വയറ് പ്രശ്നമായി. കലോറി കുറച്ച് പെട്ടെന്ന് തന്നെ കൂട്ടിയാൽ വയറിന് ഭയങ്കര പ്രശ്നമാകുമെന്ന് ജയസൂര്യ പറഞ്ഞു. ഇതേക്കുറിച്ച് പേളി മാണിയും സംസാരിക്കുന്നുണ്ട്. ഞാൻ 7 ദിവസം ആശുപത്രിയിലായിരുന്നു. കലോറി കുറച്ച് വരികയായിരുന്നു. പെട്ടെന്ന് ഒരു മൂഡിന് വാരി വലിച്ച് കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ ആശുപത്രിയിലായിരുന്നു. അതിനാൽ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകും. അനുഭവിച്ചവളാണ് ഞാനെന്നും പേളി മാണിയും പറയുന്നുണ്ട്. ഈ അടുത്ത് പേളി താൻ ആശുപത്രിയിലായ വിവരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു. അഭിമുഖത്തിൽ താനും ഭാര്യയും പ്രണയത്തിലായ നാളുകളും ജയസൂര്യ പങ്കുവയ്ക്കുന്നുണ്ട്. ഞാനൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ സൂര്യ TV ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുകയായിരുന്നു. അതിനുവേണ്ടി തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ പോകും. ഒരു ദിവസം എനിക്കറിയാവുന്ന ശശി എന്നയാൾ എന്നെ വിളിച്ചു. ഒരാൾ നിന്റെ നമ്പർ ചോദിച്ചു. ഒരു അമ്മൂമ്മയാണ്. അമ്മൂമ്മയ്ക്ക് നിന്റെ പ്രോഗ്രാം ഭയങ്കര ഇഷ്ടമാണ്. നിന്റെ നമ്പർ കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ നമ്പർ കൊടുത്തു. അങ്ങനെ അമ്മൂമ്മയും ഞാനും സംസാരിച്ചു. കമ്പനിയായി. എൻ്റെ കൊച്ചുമകളുണ്ട്, പഠിക്കുകയാണ്. എന്തെങ്കിലും വരുമ്പോൾ പരിചയപ്പെടുത്താം എന്നും പറഞ്ഞു. ഒരു ദിവസം ഫോണിൽ അമ്മൂമ്മ അവളെ എനിക്ക് പരിചയപ്പെടുത്തി. പിന്നെ ഞങ്ങൾ എന്തും പറയാൻ പറ്റുന്ന സുഹൃത്തുക്കളായി. എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ വളയ്ക്കുക എന്ന് ഞാൻ ചോദിച്ചു. അവൾ ടിപ്സ് പറഞ്ഞു തന്നു. അത് ഞാൻ അവളിൽ തന്നെ പയറ്റുന്നു. അങ്ങനെ സെറ്റാകുന്നു. സിനിമയിൽ വരുന്നതിന് മുൻപ് തുടങ്ങിയ പ്രണയമാണെന്നും ജയസൂര്യ പറഞ്ഞു. മെന്റലിസത്തിലൂടെ ജയസൂര്യ പേളിയുടെ ഫോൺ അൺലോക്ക് ചെയ്തതും സോഷ്യൽ മീഡിയയിൽ വൈറലായി. തന്റെ മുഖത്ത് നോക്കി ഫോൺ പാസ്വേഡ് ചിന്തിക്കാനായിരുന്നു ജയസൂര്യ പേളി മാണിയോട് പറഞ്ഞത്. ശേഷം പേളിയുടെ മുഖത്ത് തന്നെ നോക്കിയിരുന്ന ജയസൂര്യ ഓരോ നമ്പറുകൾ വീതം പറയുകയും ചെയ്തു. പാസ്വേഡിന്റെ ആദ്യത്തെ സംഖ്യയായ 6 എന്ന് പറഞ്ഞപ്പോൾ തന്നെ പേളി ഞെട്ടി. വീണ്ടും ജയസൂര്യ പറഞ്ഞു തുടങ്ങി 669. ഇത് കേട്ട് അമ്പരപ്പിക്കുന്ന പേളിയെ നോക്കി ഓക്കെ ആണോ എന്ന് ജയസൂര്യ ചോദിച്ചു. ഇനി കണ്ണിൽ നോക്കി മിണ്ടാൻ നിൽക്കണ്ട എന്ന് തമാശ രീതിയിൽ പേളി പറയുന്നുണ്ട്. വീഡിയോ വൈറലായതിനു പിന്നാലെ രസകരമായ നിരവധി കമന്റുകളാണ് വരുന്നത്. പ്രേതം സിനിമയുമായി ബന്ധപ്പെടുന്ന കമന്റുകളും ധാരാളമാണ്. പ്രേതം ഇപ്പോൾ കണ്ട് തീർന്ന് ഫേസ്ബുക്ക് തുറന്നപ്പോൾ ഇത് ഫസ്റ്റ് വീഡിയോ. ജേഡൻ ഇഷ്ടം, എന്തൊരു മനുഷ്യനാണ് ഇദ്ദേഹം എന്നിങ്ങനെ പോകുന്ന കമന്റുകൾ. ലവ് സിംബലുകൾ കമന്റുകളിൽ ഇടുന്നവരും ധാരാളമാണ്. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആട് 3. വിജയ് ബാബുവിന്റെ ഫ്രൈഡേ ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ വിനായകൻ, ഇന്ദ്രൻസ്, ധർമ്മജൻ ബോൾഗാട്ടി, വിജയ് ബാബു, നോബി, നിർമ്മൽ പാലാഴി, സൈജു കുറുപ്പ്, ഹരികൃഷ്ണൻ, ഭഗത് മാനുവൽ, സണ്ണി വെയിൻ, സുധീകോപ്പ, ബിജുക്കുട്ടൻ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ജയസൂര്യയെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത കോമഡി ചിത്രമായിരുന്നു ആട്. തിയേറ്ററിൽ വിജയമാകാതെ പോയ ചിത്രത്തിന് ഡിജിറ്റൽ റിലീസ് ശേഷം വലിയ ആരാധകരാണ് ഉണ്ടായത്. തുടർന്ന് സിനിമയ്ക്കൊരു 2ാം ഭാഗവും സംഭവിച്ചു. ആടിന്റെ ആദ്യ ഭാഗം തനിക്ക് വർക്കാവാതെ പോയ സിനിമയാണെന്നും താൻ ചെയ്യുന്നില്ല എന്ന് വെച്ചതാണെന്നും ഒരു അഭിമുഖത്തിൽ ജയസൂര്യ തുറന്നു പറഞ്ഞിരുന്നു. സാന്ദ്രയാണ് എന്നെ ആദ്യം ആടിലേക്ക് വിളിക്കുന്നത്. അന്ന് അവരും കൂടെ ഉണ്ടായിരുന്നു ആ കമ്പനിയിൽ. ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് ആദ്യം വർക്കായില്ല. എൻ്റെ ക്യാരക്ടറിന്റെ പരിപാടികൾ എനിക്ക് കിട്ടിയില്ല. എനിക്ക് ചെയ്യേണ്ട സിനിമയായിട്ട് ഇന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് വിട്ടു. പക്ഷേ കുറെ നാളുകൾക്ക് ശേഷം റീവർക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവർ വന്നു. ഞാൻ പിന്നീട് മിഥുനുമായി ഇരുന്നു. എനിക്ക് പാപ്പാനെ റിസീവ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഒരു ക്യാരക്ടറായി വന്ന ശേഷമാണ് ഇനി കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിനിമയിലേക്ക് ഇന്നാകുന്നത്. അതിനു മുൻപ് ഞാൻ അത്ര കൺവിൻസിങ് ആയിരുന്നില്ല. ചില സിനിമകൾ വരുമ്പോൾ കഥാപാത്രം ഉണ്ടാകും. പക്ഷേ
ഇതിന്റെ ബാക്ക് സ്റ്റോറി കൃത്യമായി കിട്ടിയില്ല എങ്കിൽ ആ കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും. സംവിധായകനും തിരക്കഥാകൃത്തും നടനും ഉദ്ദേശിക്കുന്നത് ഒരു വഴിക്ക് പോയാൽ അത് നന്നായി വരികയുള്ളൂ. അങ്ങനെ ഒരു മീറ്റിംഗ് ആടിനുണ്ടായിട്ടുണ്ടെന്നും ജയസൂര്യ പറഞ്ഞു. അതേസമയം ഒരു എപ്പിക് ഫാന്റസി ചിത്രമാകും ആട് 3 എന്ന് നേരത്തെ സംവിധായകൻ വെളിപ്പെടുത്തിയിരുന്നു. ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് സിനിമയുടെ പോസ്റ്ററുകളും ഇപ്പോൾ ഇറങ്ങിയ ട്രെയിലറും. ട്രെയിലറിലെ ഡയലോഗുകളായും എഡിറ്റിംഗ് കൈയടി നേടുന്നുണ്ട്. മറ്റ് 2 ഭാഗങ്ങളെക്കാൾ ചിത്രം ഹിറ്റടിക്കുമെന്നാണ് ആരാധകർ പറയുന്നത്. ആടിന്റെ 2 ഭാഗങ്ങളിൽ 1-ാം ഭാഗം തിയേറ്ററിൽ വിജയമാകാതെ ഡിജിറ്റൽ റിലീസിന് ശേഷമാണ് വലിയ ആരാധക വൃന്ദമുണ്ടായത്. മലയാളത്തിലെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ 2018 50 കോടി ക്ലബിൽ ഇടം പിടിച്ച മാളികപ്പുറം, രേഖാചിത്രം തുടങ്ങിയവയും നിർമ്മിച്ചിട്ടുള്ള കാവ്യ ഫിലിം കമ്പനിയാണ് ആട് ഫ്രാഞ്ചൈസിയിലേക്ക് കടന്നു വന്നതോടെ ചിത്രത്തെക്കുറിച്ചുള്ള പ്രേക്ഷക പ്രതീക്ഷകൾ ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. മിഥുൻ തന്നെയാണ് ആട് 3യുടെ തിരക്കഥ ഒരുക്കുന്നത്. ഇന്ദ്രൻ, സൈജു കുറുപ്പ്, സണ്ണി വെയിൻ, വിനായകൻ തുടങ്ങി നിരവധി താരനിര തന്നെ ഈ ചിത്രത്തിലുണ്ട്. ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബാനറിൽ വിജയ് ബാബു ആണ് ചിത്രം നിർമ്മിക്കുന്നത്. അതേസമയം മലയാള സിനിമ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രം കൂടിയാണ് കത്തനാർ ദ വൈൽഡ് സോർസറർ എന്ന സിനിമയ്ക്കായി താൻ നടത്തിയ സമർപ്പണത്തെക്കുറിച്ച് ജയസൂര്യ പറഞ്ഞതും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. കഴിഞ്ഞ 4 വർഷമായി ഈ ഒരൊറ്റ ചിത്രത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നും ഇതിനിടയിൽ വന്ന 11ഓളം സിനിമകൾ തനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നുവെന്നും താരം വെളിപ്പെടുത്തിയിരുന്നു. ഒരു സിനിമയ്ക്കായി ഇത്രയും കാലം മാറ്റിവെക്കുന്നത് ആദ്യമായാണ്. എന്നാൽ എന്നേക്കാൾ ഉപരി ഈ സിനിമയ്ക്കായി 5ഉം 6ഉം വർഷം ചെലവഴിക്കുന്ന സംവിധായകൻ റോജിൻ തോമസിന്റെ അധ്വാനമാണ് വലുത്. നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ വേണ്ടി ഇത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത് സുഖമുള്ള വേദനയാണ് എന്നും ജയസൂര്യ പറഞ്ഞു. താരം ഒഴിവാക്കിയ ചിത്രങ്ങളിൽ തമിഴ് സംവിധായകൻ വെങ്കട് പ്രഭു ഒരുക്കിയ നാഗചൈതന്യ നായകനായ കസ്റ്റഡിയും ഉൾപ്പെടുന്നുണ്ട്. ചിത്രത്തിൽ അരവിന്ദ് സ്വാമിയുടെ വേഷത്തിലേക്ക് ആദ്യം പരിഗണിച്ചത് ജയസൂര്യയായിരുന്നു. ദേശീയ പുരസ്കാരം നേടിയ ആട്ടം, ടൊവിനോ തോമസ് ചിത്രം അന്വേഷിപ്പിൻ കണ്ടെത്തും, ആസിഫ് അലി ചിത്രം തലവൻ, ഉണ്ണി മുകുന്ദൻ നായകനായ ജയ് ഗണേഷ്, കുഞ്ചാക്കോ ബോബൻ ചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടി, ഒറ്റ എന്നിവയാണ് ജയസൂര്യ ഒഴിവാക്കിയ ചിത്രങ്ങളെന്ന് റിപ്പോർട്ടുകളുണ്ട്. പ്രഖ്യാപനം മുതൽ വാർത്താ പ്രാധാന്യം നേടിയ കത്തനാർ വമ്പൻ ബജറ്റിലും ക്യാൻവാസിലുമാണ് ഒരുങ്ങുന്നത്. സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് സമയം മാറ്റിവെച്ചു എന്നും താൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലും സമയം സംവിധായകൻ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടുവെന്നും താരം അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. മങ്കി പെൻ, ഹോം സിനിമകളിലൂടെ ശ്രദ്ധേയനായ റോജിൻ തോമസ് ആണ് കത്തനാറിന്റെ സംവിധായകൻ. ചിത്രം ഈ വർഷം തിയേറ്ററുകളിലെത്തും. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഈ ചിത്രം ഏകദേശം 75 കോടി രൂപ മുതൽ മുടക്കിലാണ് ഒരുങ്ങുന്നത്. മലയാളം കൂടാതെ ഇംഗ്ലീഷ്, ചൈനീസ്, ഫ്രഞ്ച്, കൊറിയൻ ഉൾപ്പെടെ 15 ഭാഷകളിൽ ചിത്രം തലത്തിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.